അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ നൂരിയ ചാനലുമായിട്ട് സംസാരിക്കുന്നത് പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് അവറുകളാണ്. കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിനെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മുടെ സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്ത വേദികളിലും പേജിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിന് സമസ്തയുമായി ബന്ധപ്പെട്ട് പലതും പറയാനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് ഈ പുതുതലമുറക്കൊന്ന് പരിചയപ്പെടുത്തുക കൂടി ചെയ്യാണ്. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിന്റെ ശരിക്കും ജനനം എവിടെയാണ്? ജനനം കൊടുവള്ളി തന്നെ. കൊടുവള്ളി കൂതൂർ എന്നാണ് വീട്ടുപേര്. ഓക്കെ. ഉമ്മായും ഉപ്പായൊക്കെ? ഉപ്പ ഉമർ മുസ്ലിയാർ, സിറാജ് തുടങ്ങിയ കാലത്ത് അവിടുത്തെ അധ്യാപകനായിരുന്നു. KV അബ്ദുറഹ്മാൻ മുസ്ലിയാർ സദറായിരുന്ന സമയത്ത് സഹാധ്യാപകനായിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഉമ്മ കിഴക്കോത്താണ് സ്വദേശം. കുഞ്ഞി ഫാത്തിമ എന്നാണ് പേര്. അവരൊക്കെ മരണപ്പെട്ടത്? ഉമ്മ മരണപ്പെട്ട ദിവസമാണിത്, മുഹറം 4. മരിക്കുന്നത് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ. ഉപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? ഉപ്പ മരിച്ചിട്ട് അത്ര ഒന്നും ആയില്ല, ഒരു 15 വർഷം. അല്ലാഹു നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകട്ടെ. കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് ശരിക്കും ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്ത എന്ത് എന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ തൂലികാ രംഗത്തുള്ള ശ്രദ്ധേയമായ ഇടപെടൽ, അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിനിങ് ക്ലാസ്സുകളിൽ, അതുപോലെ സമസ്തയുടെ സമ്മേളനമാവട്ടെ, സമസ്തയുടെ മുഅല്ലിമീങ്ങൾക്കുള്ള ക്ലാസ്സുകളാവട്ടെ, അവിടെയൊക്കെ തന്നെ ഒരു കാലത്ത് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് ഒരു നിറ സാന്നിധ്യമായിരുന്നു എല്ലാ പരിപാടിയിലും, എല്ലാവർക്കും. പിന്നെ ഇപ്പം കുറെ കാലമായിട്ട് വിശ്രമ ജീവിതമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാന് ഫറക്കോളയിൽ പഠിക്കുന്ന കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, കൊല്ലം പറഞ്ഞാൽ 1966, ആ കൊല്ലമാണ് സുന്നി ടൈംസ് വാരിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്. SYSന്റെ മുഖപത്രം. അതിലാണ് എൻ്റെ ആദ്യത്തെ ലേഖനം വരുന്നത്. അന്ന് പ്രീഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാം. അത് വലിയ പ്രാധാന്യത്തോടെ പ്രചരിച്ചു വന്നു. അതിനുശേഷം പിന്നെ എഴുത്ത് നിർത്തിയിട്ടില്ല, തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ആ കൊല്ലം തന്നെയാണ് നമ്മൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനും തുടങ്ങിയത്. ആ പ്രസംഗം അങ്ങനെ തുടങ്ങും. അത് 40 വർഷം നിരന്തരമായിട്ട് 2006 വരെ ആ പോക്ക് അങ്ങനെ പോയി. അത് ഒരു 40 വർഷം കഴിഞ്ഞപ്പോഴേ പിന്നെ പെട്ടെന്നുണ്ടാവുന്ന ചില മാറ്റങ്ങൾ പൊതുവെ 40 വർഷമൊക്കെ ആയതിന്റെ ശേഷമാണ് പിന്നെ ആ രംഗത്തൊക്കെ പ്രവർത്തിച്ച ശേഷം ഒന്ന് വിശ്രമ ജീവിതം പോലെ. പിന്നെ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. എഴുത്തും വായനയിലും ഒഴുകി. അതിനുശേഷമാണ് നമ്മുടെ കൂടുതൽ പുസ്തകങ്ങൾ പുറത്തു വന്നത്. 50ഓളം പുസ്തകങ്ങൾ അതിനുശേഷം അതായത് 2006 ശേഷം. അതെ. സമസ്തയുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഒരു പരമ്പര തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് ശരിക്കും ഇപ്പൊ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഷാക്കിർ എന്നൊരു കുരുന്നുകളിൽ വന്ന ഒരു സംഭവം ശരിക്കും കുട്ടികൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എനിക്കെന്തുകൊണ്ട് ഒരു ഷാക്കിർ ആയിക്കൂടാ എന്നുള്ള ഒരു തികച്ചും പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും, പ്രതികൂലാവസ്ഥയിൽ നിന്നും ഒരു കുട്ടി വളർന്ന് ആ കുട്ടി മതാന്തരീക്ഷത്തിൽ, അഥവാ ദർസിലൊക്കെ പഠിക്കാൻ ചെറുങ്ങനൊക്കെ അവസരം കിട്ടി. അങ്ങനെ ആ കുട്ടി വളർന്ന് വലിയൊരു ഡോക്ടറായി മാറുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ പിതാവ് ശരിക്കും ഒരു പോട്ടറായിരുന്നു. ആ പോട്ടറായിട്ടുള്ള പിതാവിനെ
ആ കുട്ടിക്ക് തന്നെ ചികിത്സിക്കാൻ ആ പോട്ടറെ ഒരിക്കലും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. ആ കുട്ടി ചികിത്സിക്കുന്ന അവസ്ഥ അവസാനം ഏത് കുട്ടിക്കും തോന്നിപ്പോവുകയാണ് ഒരു ഷാക്കിർ ആയി, ഒരു പ്രതികൂലാവസ്ഥയിൽ നിന്നും ഒരു കുട്ടി വലിയ ഡോക്ടറായി വളരുന്നത്. അതുപോലെ തന്നെ പിന്നെ പന്താരങ്ങാടി, അതുപോലെ പലതും പിന്നെ പല പുസ്തകങ്ങളും ആ പുസ്തകം വായിച്ചാൽ അത് നടക്കുന്നത് പോലെ, പുസ്തകം തുടങ്ങിയാൽ തീർക്കുന്നത് വരെ നമ്മുടെ കുരുന്നുകളിലൊക്കെ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം വരെ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ എഴുതിയ ബുക്കാണെങ്കിൽ ആ ബുക്ക് ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ഊണ് പോലും കഴിക്കാതെ വായിച്ചു തീർത്ത ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. അത് അങ്ങനത്തെ നിങ്ങൾ ഈ എഴുത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് അതിൽ നിങ്ങൾക്ക് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതിന്റെ പിന്നിൽ ഒന്നാമത്തെ ഘടകം അധ്വാനശീലം. കൊടുവള്ളിയിലെ അക്കാലത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ബോർഡിന്റെ വകയാണ്. 15 ദിവസം കഴിഞ്ഞാല് ബാൻഡ് ബുക്കുകൾ വരും. അപ്പൊ ആ ലൈബ്രറിയിലുള്ള ബുക്കുകൾ എടുത്തിട്ട് പകരം പുതിയ ബുക്കുകൾ അവിടെ, പിന്നെ 15 ദിവസം കഴിയുമ്പോൾ അത് പിന്നെ എടുത്തുകൊണ്ട് വേറെ ബുക്ക്. അപ്പൊ അതിനിടയിൽ നമുക്ക് കുറെ ബുക്കുകൾ വായിച്ച് തീർക്കണം, അല്ലേ കിട്ടൂല. അതുകൊണ്ട് നല്ല തിരക്ക് പിടിച്ച വായന, മിക്കവാറും ദിവസങ്ങളിൽ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു. അത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴവിടെ പിന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. PT ആലിക്കുട്ടിയാജിയാണ് അന്നത്തെ ലൈബ്രറിയൻ. SLC എത്തുമ്പോഴേക്കും ഞാൻ 500-ലേറെ ബുക്കുകൾ വായിച്ച് തീർത്തിരുന്നു. അപ്പൊ ശൈലി ശരിയായി. കേശവദേവന്റെ ശൈലി, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശൈലി, ഇതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അതൊക്കെ 2 വാക്കുകൊണ്ട് ഒരു വാചകം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതേ അവരുപയോഗിക്കും. അതാണ് അവരെ. അപ്പൊ ആരുടെയും മനസ്സിലേക്ക് അതങ്ങോട്ട് പോകും. അപ്പൊ അതുപോലെ എഴുതാനാണ് ഞാനും ശ്രമിച്ചത്. അത് ആളുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനമായി. അപ്പൊ അങ്ങനെ എഴുതി വന്ന് എഴുതാതെ ഇരുന്നിട്ടില്ല, അങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ താങ്കൾ നോവലൊക്കെ വായിക്കുന്ന പല ആൾക്കാരും നിങ്ങളെ വിളിച്ചൊക്കെ ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ പങ്കുവെക്കാറ്? അതിനെ പറ്റി ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. അവര് ഇപ്പൊ അടുത്ത ദിവസം ഷാക്കിർ വായിച്ചത് പറഞ്ഞു, ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, പെൺകുട്ടി, ഞങ്ങളെ ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി കൊണ്ട് അവളത് വായിച്ചു തീർത്തു. ഞാൻ വിചാരിച്ചില്ല വായിച്ചു തീർത്തു. അപ്പൊ അടുത്ത് നടന്നൊരു സംഭവമാണ്. പിന്നെ വേറെ അനുഭവങ്ങൾ ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്, ഇപ്പോ പന്താരങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേര്. അവിടെയാണ് ബ്രിട്ടീഷുകാർക്ക് അത് ആദ്യത്തെ വെടിപൊട്ടിയ സ്ഥലം. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ അതിന്റെ മക്കളും അതിനൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ സംസാരം, ചുവന്ന തിരമാലുകൾ, അത് അവസാനിക്കുന്നത് പിന്നെ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 12 വയസ്സുള്ള ഒരാള് നാട് കടത്തപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടു. കരുവാരക്കുണ്ടിൽ വെടിപൊട്ടിയപ്പോഴേ അവര് കൗതുകത്തിന് കാണാൻ പോയതാ എന്താ സംഭവം എന്നറിയ. ആ കുട്ടി ഇതുമായിട്ട് ഒരു ബന്ധമില്ല, കുട്ടി സ്വാതന്ത്ര്യ സമരം ഒന്നും അറിയില്ല. പക്ഷെ പിടിച്ചുകൊണ്ടുപോയപ്പോ ആ കുട്ടിയും അങ്ങനെ അന്നമാലൊക്കെ നാട് കടത്തി. ആ കുട്ടി വളർന്ന് വലുതായി. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നാട്ടിൽ വന്ന് നോക്കുമ്പോഴേ ഇവിടെ ഒന്നുമില്ല, സ്ഥലം പോലും മനസ്സിലാകില്ല, വീട് എവിടെയാണെന്നറിയില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു. ജമ്മിമാരതൊക്കെ തിരിച്ചെടുത്തു. പിന്നെ കുറെ ആളുകൾ നാട് വിട്ട് പല സ്ഥലത്തേക്കും പോയി. പിന്നെ കുട്ടി തിരിച്ച് അവിടെ തന്നെ വരിക. അവിടെ ഒരു വീടൊക്കെ എടുത്ത് കിട്ടിയ കുറച്ച് സ്ഥലം അവർക്ക് കിട്ടി. അതിൽ വീടെടുത്ത് അവിടെ താമസിച്ച് പിന്നെ മക്കളെ പേരക്കുട്ടികളായി. പിന്നീട് സമസ്തയുടെ തന്നെ ഒരു പരിപാടി പങ്കെടുക്കാൻ ഞാൻ അന്തമാനിൽ എത്തുക. KT മാനുസ്യാരും KV മുഹമ്മദ് സാരും അവരെ കൂടെ ഞാനും പോയി. അപ്പൊ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ഇതുവരെ പറഞ്ഞത് നോവലിൽ വന്നതാ. അന്തമാനിൽ പോയ സമയത്ത് അന്തമാനിൽ പോകുന്നതിന് മുമ്പ് നോവൽ അറിയാം. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരാള് ബാക്കിയുണ്ട്, മരിക്കാൻ ബാക്കി. അത് ഈ 12 വയസ്സുകാരൻ. ഈ 12 വയസ്സുകാരനാ. അയാള് വയസ്സായ അങ്ങേയറ്റത്തെത്തിക്കണം. അപ്പൊ അയാളെ ഒന്ന് സംസാരിക്കണം നടന്നപ്പോ അയാളെ ഈ പേരക്കുട്ടികൾ എടുത്ത് ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഒരു ഭാരമാവാതെ എന്നെ അള്ളാഹു എന്നാട്ട് എടുത്താൽ മതിയായിരുന്നു. അയാളെ അവസാന വാക്കാണ്. എന്നെ നോവൽ അവസാനിക്കുന്നു അതേ വാക്ക്. ഇതുപോലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. സമസ്തയുടെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ശംസുൽ ഉലമ എന്നെയാണ്. നന്ദിയിലെ കുട്ടികളാണ് അത് പ്രസിദ്ധീകരിച്ചതൊക്കെ അറിയാം. അപ്പൊ അതില് ആദ്യഘട്ടത്തില് ആദ്യത്തെ പത്രം എന്ന് പറഞ്ഞ അൽബയാന 29-ലാണ് അടിച്ചത്. കോപ്പി കിട്ടാനില്ല. നിലവിലുള്ള എല്ലാ നേതാക്കളുടെ വീട്ടിലും ഞാൻ പോയി. അവരാരും കണ്ടുപോലും ഇല്ല, അതിനെ പറ്റി അറിയയില്ല.
കൊല്ലമൊന്നും കൃത്യമായിട്ടൊന്നും അവർ. അങ്ങനെയാണ് ഞാൻ കണ്ണൂരുള്ള ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്, അറബി പഞ്ചാംഗം ഒക്കെ ഇറക്കിയിരുന്ന അയാള് മരിച്ചുപോയി. കണ്ണൂര് അവിടെയാണ്, ചിലപ്പോ ഓർമ്മ പറയാം. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാപ്പാണ് ബുക്ക് സ്റ്റാൾ സ്ഥാപിച്ചത്. അദ്ദേഹം മരിച്ചിട്ട് പാലോട് മൂസക്കുട്ടിയാജി, അദ്ദേഹം മുഷാവറമ്പറൊക്കെ അദ്ദേഹം ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്നു. അന്ന് ഇദ്ദേഹത്തെ വിതരണം ചെയ്തു. അപ്പൊ അതിൽ ബാക്കി വരുന്ന ഇയാൾ തട്ടിന്റെ മുകളിൽ എടുത്തിടും. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് കുഞ്ഞിയാണ് ഇപ്പൊ ഉള്ളത്. അയാൾ മരിച്ചു. മുഹമ്മദ് കുഞ്ഞ് അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ വല്ലതോ ബാക്കിയുണ്ടോ വാപ്പയുടെ. അങ്ങനെ അതിന്റെ മുകളിൽ പഴയ കെട്ടുകൾ എടുത്തതായിട്ട് അതൊക്കെ മഴ കൊണ്ടിട്ട് ഓടുകയാണ്, ചോർന്ന് വലിച്ചിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇയാള് ഒരു കേടും പറ്റാത്ത 3 മാസിക എടുത്തു. അൽബയാൻ മാസികയുടെ അറബി മലയാളത്തിലുള്ള. അതില് സമസ്തയുടെ ഉത്ഭവവും സംഗതിയും മുഖപ്രസവവും എല്ലാം ഉണ്ടായിട്ട് എനിക്ക് വേണ്ടതൊക്കെ അതിലുണ്ട്. അതൊരു കറാമത്ത് പോലെ വന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അന്തമാനിൽ പോയപ്പോ ആ 12കാരൻ മാത്രം ജീവിച്ചു. അതൊക്കെ ഓരോ നിങ്ങള് ശരിക്കും പോകുമ്പോ നിങ്ങൾ കിട്ടേണ്ട ആളെ തന്നെ കിട്ടി അവിടെ. അതേപോലെ ഇവിടെ അൽബയാൻ കിട്ടി. അതിലെ എഡിറ്റോറിയലൊക്കെ ആ ബുക്ക് കൊടുത്തിട്ടുണ്ട്. സമസ്ത വല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ വരെ. അപ്പൊ ഓരോ ചാപ്റ്റർ എഴുതി തീരുമ്പോഴും അവിടെ നിന്ന് നെടുമങ്ങാടത്തൊക്കെ കുട്ടികൾ പഠിക്കുന്നത്, തിരുവനന്തപുരത്തൊന്നും നന്ദിയിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ അടുത്ത് വരും. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോഴ് ഇവര് ഓരോ ചാപ്റ്റർ എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഞാനത് വായിച്ചു കൊടുക്കും ഈ കെ ഉസ്താദിന്. അപ്പൊ ഇത് കേൾക്കുമ്പോ അദ്ദേഹം വളരെ രോമാഞ്ചമാണ്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ഈ ബഹുമാനപ്പെട്ട ഷംസുലുമയായിട്ടുള്ളൊക്കെ നിങ്ങളുടെ ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? അത് 2 ബന്ധ. ഒന്ന് സമസ്തയിലൂടെയുള്ള, ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് തന്നെ ശംസുൽ ഉലമ, കോട്ടുമൽ ഉസ്താദ്, കെ അസറത്ത് ഇവരുടെ കൂടെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഞാൻ നല്ല മലയാളം പറയും എന്നുള്ള ഇതല്ലാതെ എനിക്കൊന്നുമില്ല. ഞാൻ പ്രസംഗിക്കാന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മളെ പ്രസംഗം തീരും. എന്നാലും ഇവർക്കൊക്കെ എന്നോട് വലിയ താല്പര്യമായിരുന്നു. പിന്നെ നോട്ടീസിൽ BA എന്ന് എഴുതല്ല, അതും ആളുകൾ വല്ലാതെ ആകർഷിച്ചു. BA എന്ന് പറഞ്ഞ ഒരു വലിയ ആള് എന്നുള്ള രീതിയിലാ ഈ ചെറിയ കുട്ടിയാണ് അതൊക്കെ എഴുതി കൂടുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതാണ് ഒരു ബന്ധം. ശംസുൽ ഉലമ നല്ല ബന്ധമാണ്. അതെ അതെ അതെ. പിന്നെ മറ്റൊരു ബന്ധം കക്കാട് സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ. അത് പിന്നെ ഉമർ ബാഫിക്ക് തങ്ങളുടെ മകളുടെ ഭർത്താവ്. അദ്ദേഹം ഭീമപ്പള്ളി ഇമാമായിരുന്നു. അദ്ദേഹത്തോട് എന്തൊന്നില്ലാത്ത ബഹുമാനമാണ് ശംസുൽ ഉലമ. എവിടെ വിളിച്ചാലും ശംസുൽ ഉലമ പോകും. വയനാട്ടിലൊക്കെ ആള് നിരവധി പ്രസംഗം നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ സമാപനത്തിന് ശംസുൽ ഉലമ. ഭീമപ്പള്ളിയിൽ എത്ര വന്നു, വിഴിഞ്ഞത്ത് വന്നു, ക്ഷണം കിട്ടിയാല് അതുപോലെ അതേ അർത്ഥത്തിൽ ബഹുമാനിക്കും ആരെ, ഈ ശംസുൽ ഉലമ തങ്ങൾ. അപ്പൊ എന്തൊരു പ്രശ്നം വന്നാലും വഖഫിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതൊന്നും ആരോട് ചോദിക്കല്ല, നേരിട്ട് അത് നമുക്ക് അവിടെ പോയിട്ട് ശംസുൽ ഉലമയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റിക്കാരെയും കൂട്ടിയിട്ട് അവിടെ തങ്ങൾ ചെന്നാ പിന്നെ വലിയ സന്തോഷമാണ്. ഒക്കെ പറഞ്ഞു അതോടെ തീർന്ന സംഗതി അങ്ങനത്തെ. അപ്പൊ ഈ തങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാ. അത് സമസ്തകളിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിലൂടെ ഉള്ള ബന്ധം. ഇപ്പം തിരുവനന്തപുരത്തൊക്കെ വരുമ്പോഴും നമ്മൾ ഒന്നിച്ചാൾ സ്വീകരിക്കാൻ പോലും, താമസ സ്ഥലത്ത് പോലും, ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കോളേജ് ജീവിതം, നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നല്ലോ അല്ലെ? അതെ. പിന്നെ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കുന്നതും അതുമായിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞാന് പ്രീ ഡിഗ്രി, BA, MA എല്ലാം ഫാറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA പാസ്സായി പിന്നെ 3-4 ദിവസം കഴിയുമ്പോഴേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ടി. അത് തലശ്ശേരി ഭരണ കോളേജിലാണ്. ഒന്നും അങ്ങനെ ജോലി കിട്ടൂല. ഇത് ഒന്ന് തിരുവനന്തപുരത്ത് പോയി വരുന്ന അതേ ഉണ്ടായുള്ളൂ. അവിടുന്ന് ഓർഡറുമായിട്ടാ വന്നത്, അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് 4-ാം ദിവസം ജോയിൻ ചെയ്തു ഭരണ കോളേജ്. പിന്നീട് കാസർഗോഡ് ജോലി ചെയ്തു. PUC ആയിട്ട് ആദ്യം കിട്ടുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്, തിരുവനന്തപുരം. ഏറ്റവും പ്രധാനപ്പെട്ട കോളേജിലാണ്. അവിടെ എത്ര വർഷം ജോലി ചെയ്തു? അവിടെ ഞാന് 1973 ജോലി കിട്ടി PUC ആയിട്ട്. ഉടനെ തന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ ചാക്കിരി അഹമ്മദ് സാർ ആണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം എന്നെ അവിടെ ഒരു കൊല്ലം നിർത്തിയില്ല. അതിന് മുമ്പ് എന്നെ കാസർഗോട്ടേക്ക് അടിച്ചു. വേറെ ഒരാള് അവിടെ വന്നു. അപ്പൊ പിന്നെ കാസർഗോഡ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് പോയി. 76 ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് തന്നെ എത്തി. പിന്നെ റിട്ടയർമെന്റ് വരെ അവിടെ ആയിരുന്നു. 25 കൊല്ലം അവിടെ
ജോലി ചെയ്തു. കുട്ടികളൊക്കെ എത്ര പേർക്ക്, എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? 4 മക്കള്. അവരൊക്കെ എന്താ? 3 ആണും 1 മോളും. 2 ആള് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരാണ്. മോളെ കെട്ടിച്ചു, ജോലിയൊന്നും. ചെറിയ മോനെ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഗൾഫിലാണ്. എവിടുന്നാ വിവാഹം കഴിച്ചത്? നിങ്ങളുടെ വിവാഹം കഴിച്ചത് എവിടുന്നാണ്? ഞാൻ വിവാഹം കഴിച്ച കുറെ ദൂരെ കണിയാപുരം അബ്ദുറസാഖ് മസ്താന കേട്ടില്ല? കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. തിരുവനന്തപുരത്താണ് അവര് ഇമൻസ് കോളേജിലായിരുന്നു. അവര് ടീച്ചറായിരുന്നു. ഓക്കെ ഓക്കെ. സമസ്തയുടെ ഒരു ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകം, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഷംസുൽ വരെ എന്നുള്ള പുസ്തകം. ആ പുസ്തകം വളരെ ശരിക്കും ഇപ്പോഴത്തെ പുതുതലമുറക്കൊക്കെ സമസ്ത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് നിങ്ങൾ എഴുതാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അത് ഷംസുൽ ഉലമയോട് കടപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഷംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരമാണ് നന്ദിയിൽ പഠിക്കുന്ന കുട്ടികൾ എന്നെ കാണാൻ വന്നത്. ഞാൻ അന്ന് ഭീമാപ്പള്ളി ഇമാമായ സയ്യിദ് അഹമ്മദ് ജിബിരി തങ്ങളെ ചെന്ന് കണ്ടു. ഈ കാര്യം പറയാണ്. മുല്ലക്കോയ തങ്ങളെ പറ്റി ഇവിടെ ചരിത്രമില്ല, ബുക്കില്ല. ഞാൻ പലരെയോടും അന്വേഷിച്ചിട്ട് കാര്യമായ വിവരം തരാൻ ആർക്കും സാധിക്കുന്നില്ല. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പൊ നമുക്ക് എവിടുന്നാണ് വിവരം കിട്ടിയതെന്ന് ഞാൻ തങ്ങളോട് ചോദിച്ചു, ജിബിരി തങ്ങളോട്. ജിബിരി തങ്ങൾ അല്പനേരം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി പറയാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, വേറെ ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, മലേഷ്യയില. അദ്ദേഹം വന്നാൽ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. അപ്പൊ ജിബിരി തങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ വിളിച്ചു. അപ്പൊ പറഞ്ഞു അദ്ദേഹം എത്തിയിട്ടുണ്ട്, നമുക്ക് ഉടനെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയാണ്. അപ്പൊ അദ്ദേഹം വളരെ വൃദ്ധനായിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സഹോദരിയുടെ മകനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മാവന് മക്കളില്ലായിരുന്നു, 2 തവണ വിവാഹം കഴിച്ചു, മക്കളില്ല. മക്കളിലൂടെയാണ് പരമ്പര നിലനിൽക്കുന്നത്, മക്കളിലൂടെയാണ് ചരിത്രം നിലനിൽക്കുന്നത്. ചരിത്രം പറയാൻ ആളില്ലാതായി. എന്നെയാണ് മകനായിട്ട് ലാളിച്ച് വളർത്തിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മടിയില് ഇരുന്നും കിടന്നും കളിച്ചും വളർന്ന കുട്ടിയാണ്. സയ്യിദ് അലി ബാലവി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ കാലത്ത് ഈ അമ്മാവനെ കാണാൻ വന്ന പണ്ഡിതന്മാര്, നേതാക്കന്മാര്, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നത്. അതിബുദ്ധിമാനായ കുട്ടിയാണ് സയ്യിദ് അലി ബാലവി തങ്ങൾ. ഒന്നും മറന്നിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് അന്നത്തെ പ്രായമുണ്ട്? അന്ന് അദ്ദേഹം വളരെ ചെറുതാണ്. ഒരു 10 വയസ്സിൽ താഴെ ഉണ്ടാവുള്ളൂ. ആ കുട്ടി ഇത് ഓർക്കുകയാണ്. കുത്തിബി മുഹമ്മദ് മുസ്ലിയാർ വരുന്നത്, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാലത്ത് ഇദ്ദേഹത്തിന് 10 വയസ്സാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ അദ്ദേഹത്തെ കാണാൻ പോയ പടുവൃതനാണ്. ഓക്കെ. ആ സമയത്ത് ഇതൊക്കെ ഓർത്തെടുത്താണ്. മാത്രമല്ല 5 ഉപ്പാപ്പന്മാരുടെ പേര് വന്നു. ആ പേര് മുഴുവൻ ആ ബുക്കിലുണ്ട്. മുല്ലക്കോയ തങ്ങളുടെ വാപ്പ, അതിന്റെ വാപ്പ, ഇതിന്റെ വാപ്പ, ഓരോരുത്തരുടെ കറാമത്തുകൾ ഇങ്ങനെ. പിന്നെ അത് നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം ഒന്നും അന്നില്ല, എന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും എല്ലാം റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ എഴുതിയെടുത്തു കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ പുതിയ അഹമ്മദിനെ പറ്റി ആളുകൾ അറിയുന്നത്. മുല്ലക്കോയ തങ്ങൾ ജനിക്കുമ്പോൾ നക്ഷത്രം ഉച്ച കാര്യം അത് അദ്ദേഹമാണ് പറയുന്നത്. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ സമസ്ത ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒക്കെ പറയുന്നു. അന്നത്തെ പുത്തൻവാദികളുടെ അരങ്ങേറ്റം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കൂടെ ഇങ്ങോട്ട് പകർത്തി വന്നപ്പോ നല്ലൊരു പുസ്തകമായി. അത് ഷംസുൽ ഉലമാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എത്രയോ സദസ്സുകളിൽ അദ്ദേഹം ഇത് ആധികാരികമായ പുസ്തകമാണ്, ഇത് എല്ലാവരും വായിക്കണം, പ്രവർത്തകരൊക്കെ ഇത് വായിക്കണം എന്ന് പറഞ്ഞു. അതിലിപ്പോ ദുഃഖകരം എന്ന് പറയാനുള്ളത് ഇപ്പൊ ആ പുസ്തകം കിട്ടാനില്ല എന്നുള്ളതാണ്. ആ പുസ്തകം ഒന്നും കൂടി തീർച്ചയായും നല്ലതാണ്. ആ പുസ്തകം പൊതുവെ നല്ല ചർച്ചയായ പുസ്തകമാണ്. അതിനുശേഷം പിന്നെ ഒരുപാട് ആളുകൾ എഴുതി അവസാന ചരിത്രം. ഒരു പുസ്തകം ഇറങ്ങിയാ പിന്നെ അതിനെ നോക്കി അങ്ങോട്ട് മാറ്റം വരുത്താലോ. അപൂർവമായ ഒരുപാട് വിവരങ്ങൾ അതിലുണ്ട്. ആ പുസ്തകം രചിച്ചു. അപ്പോഴേക്കാൾ പോയി, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായുള്ളൂ. അദ്ദേഹം പോയി. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സമയത്താണ് പുസ്തകത്തിന്റെ രചന നടക്കുന്നത്. അങ്ങനെ ആ പുസ്തകം അടിച്ച് എനിക്ക് കോപ്പി കൊണ്ട് തന്നു. ആ സമയത്ത് അദ്ദേഹം നാട്ടിൽ വന്നു. ഞാൻ ഈ ഒരു കോപ്പി അദ്ദേഹത്തിന് കൊണ്ടുപോയി സമ്മാനിച്ചു. അദ്ദേഹം കണ്ണീരോട് കൂടി പറഞ്ഞു, എന്റെ അമ്മാവനെ പറ്റിയൊരു ബുക്ക് വന്നത്.
ആ സന്തോഷമൊക്കെ രേഖപ്പെടുത്തി അങ്ങനെ ഒക്കെ ദ്വാരുന്ന് ഞാൻ പോന്നു. പിന്നെ കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോ കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു മരിച്ചു. നമ്മളെ കാത്തുന്നത് പോലെ. മറ്റത് അതുപോലെയാണ്. അന്തമാനിലെ ആള് ഞങ്ങള് ഒക്കെ ഇത് എഴുതിയെടുത്ത് പോന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല, അപ്പോഴേക്കും എനിക്ക് അവിടുന്ന് കത്ത് വന്നു, അദ്ദേഹം മരണപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതാ പറഞ്ഞത്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആവിർഭാവ കാലഘട്ടം ശരിക്കും സമസ്ത രൂപീകരിക്കാനുണ്ടായ അത് പുതിയ തലമുറക്ക് ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഇവിടെ വിജയത്തുകാര് രംഗപ്രവേശനം അതൊന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അത് 21-ന് ശേഷമാണ്. 20 വരെ സംഘടന ഉണ്ടാക്കുന്ന ചിന്തയില്ല. അന്നൊക്കെ ഈ ശേഖന്മാര് മരീതന്മാര് അങ്ങനെ കാര്യപ്പെട്ട ആള് തങ്ങന്മാര് ഒക്കെ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവര് പറയുന്ന കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പള്ളി ദർസുകൾ ഉണ്ടാവും, അവിടുന്ന് പഠിക്കും. അറബി കോളേജുകളൊന്നും അന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ 21-ലെ കലാകാലത്തൊക്കെ തെക്കോട്ട് പോയ കുറെ ആലിമ്യങ്ങൾ അവർക്ക് ഈ ആശയം കിട്ടുകയാണ്. അവൻ ആദ്യമായിട്ട് ഈ ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന പിന്നെ മാസികകളൊക്കെ വായിച്ച് പുതിയ ആശയങ്ങളുമായിട്ടാണ് പിന്നെ അവര് തിരിച്ചു വന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കണം, അത് നിർബന്ധമായി തീർന്നു. അങ്ങനെയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. അതാണ് പിന്നെ കാര്യാനുസം വളരെ ശക്തമായിട്ട് വളർന്നു വരുന്ന കാലമായിരുന്നു. ഒരുവിധം വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സന്ദർഭം. അതിനൊക്കെ വളരെ ഫലപ്രദം. അതിൽ ഈ പാലോട് മൂസക്കുട്ടിയാജൊക്കെ മുമ്പിൽ അദ്ദേഹത്തിന് വേണ്ടി ഗ്രന്ഥങ്ങൾ വരെ രചിച്ചാണ്. ഇത് ശരിക്കും പുത്തനാശയക്കാര് വഹാബിസവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ശരിക്കും അവര് ആ രംഗപ്രവേശനം ചെയ്ത സമയത്ത് അവരുടെ ആ നിലക്ക് നോക്കുമ്പോൾ അവർ വലിയ വളർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ അന്നത്തെ വളർച്ച ആ തോതിൽ വന്നിട്ടില്ല. ശരിക്കും ആ സമസ്ത വന്നത് കൊണ്ട് സമസ്ത രൂപീകൃതമായതോടുകൂടി അവരെ ശക്തമായി പ്രതിരോധിച്ചു എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാവുന്നത്. പിന്നെ സമസ്തയുടെ പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കയറ്റങ്ങളെ ഉസ്താദ് അവറുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? അദ്ദേഹം നല്ല ബുദ്ധിമാനാണ്, ഓർമ്മശക്തിയുള്ള ആളാണ്, ഭാഷകളൊക്കെ പഠിച്ച ആളാണ്. ഞാൻ നന്ദിയിൽ ക്ലാസ്സിന് പോയിരുന്നു. അപ്പൊ എന്നോട് ഒരു സംഭവം പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ നാട്ടില് പ്രസംഗത്തിന് വന്നിരുന്നു, ഫാറൂഖ് പഠിക്കുന്ന ഞാൻ. അത് ഞാന് ബുർദയിലെ ഫസൽ ഹുനൈനം ഫസൽ ബദറും ഫസൽ വരി ചൊല്ലിയിട്ട് ആണ് പ്രസംഗിച്ചത്. അന്ന് കുട്ടിയാണ്. ആ സദസ്സില് മുത്താലിമായ തങ്ങള് ഇത് പ്രസംഗം കേൾക്കാൻ വന്നിട്ട് ആ സംഭവമൊക്കെ ഉദ്ധരിച്ചു. പിന്നെയാണ് ഞങ്ങൾ നിരവധി തവണ കാണുകയും ബന്ധപ്പെടുകയും ചെയ്ത് അവിടെ ക്ലാസ്സിന് പോയപ്പോഴൊക്കെ ഞങ്ങൾ സുദീർഘമായിട്ട് പല കാര്യങ്ങൾ. സയ്യിദുൽ ഉലമ ശരിക്കും ചെറിയ പ്രായമുള്ള ആളാണല്ലോ, വലിയ പ്രായം ആയിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകളുണ്ട്, അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും, അതിനുള്ള ധൈര്യവും വിശാലത ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ജിഫ്രി തങ്ങള് അവര് വരും ഒരേ ഉപ്പാപ്പയുടെ പിൻഗാമികളായിട്ട് വരുന്നത്. അപ്പൊ ആ ഉപ്പാപ്പയെ പറ്റിയൊക്കെ ജിഫ്രി സാദാത്യങ്ങളെ പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വഴിവെളിച്ചം എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഇവരൊക്കെ നമ്മള് സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെയുള്ള ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അതുപോലെ സമസ്തയുടെ റേഞ്ച് തലത്തിലൊക്കെ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അങ്ങനെ അനേകം ട്രെയിനിങ് പരിപാടികളിൽ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് ക്ലാസ് ട്രെയിനറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. അത് അത്ഭുതകരമായ അനുഭവങ്ങൾ. അത് എത്രയോ പതിറ്റാണ്ടുകളുടെ പരിപാടിയാണത്. 2006 വരെ അതൊക്കെ തുടർന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 10 ചാർട്ട് വരക്കണം, 100 കാർഡ് എഴുതണം. അത് പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അധ്യാപന രീതി, ടീച്ചിങ് മെത്തേഡ്, മദ്രസ അഡ്മിനിസ്ട്രേഷൻ, മദ്രസ ഭരണം, റെക്കോർഡുകൾ കൈകാര്യം ചെയ്താക്കുക. അതൊക്കെ ഞാൻ പറയുന്ന പല കാര്യം അവർ ആദ്യമായിട്ട് കേൾക്കുക. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൽ ഒതുക്കൂല ഞാൻ, അത് നിത്യജീവിതത്തിലേക്കും കൊണ്ടുപോകും. മാതാപിതാക്കളോടുള്ള കടമകള്, ഭാര്യമാരോട് പെരുമാറേണ്ടത്, ഭാര്യ എങ്ങോട്ട് പെരുമാറേണ്ടത്, ഇതൊക്കെ മനഃശാസ്ത്രം, അതിന്റെ മനഃശാസ്ത്രമായിട്ട് അവതരിപ്പിക്കും. അപ്പോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ അനേകം പറഞ്ഞു തന്നെയാണ്,
ഭാര്യമാരോട് ചിലപ്പോ ഭാര്യമാര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നതാണ്, നിങ്ങൾ വേറെ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ മാനസിക പ്രവർത്തനങ്ങളും സംസാരത്തിലൊക്കെ കുറ്റക്കേടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഭാര്യ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവളെ മനസ്സധീനപ്പെടുത്തണം. അതിന് നല്ല സ്നേഹം പ്രകടിപ്പിക്കണം. അവൾക്ക് ഇഷ്ടപ്പെടുന്ന പാരിതോഷികം കൊടുക്കണം, ഇഷ്ടപ്പെടുന്ന വിഷയം സംസാരിക്കണം. അങ്ങനെ കുറെ ഒരു ക്ലാസ്സിൽ ഇങ്ങനായിട്ട് അവതരിപ്പിച്ചതാ. അപ്പൊ അതിലുള്ള ഒരു മാലിന്യം, അയാള് ഭാര്യയായിട്ട് തെറ്റി നിൽക്കുകയാണ്. ഇയാള് ആ വ്യാഴാഴ്ച വീട്ടിലെത്തപ്പോ ഇതൊക്കെ ആയിട്ട് പോയത്. അപ്പൊ സമ്മാനങ്ങളൊക്കെ പ്രാവശ്യം പോകുമ്പോ വീട്ടിലെത്തിയാല് ഈ ഭാര്യയും ഇയാളുടെ ഉമ്മയും തമ്മിൽ തർക്കാണ്. രണ്ടു കൂട്ടരെയും പരാതി ഇയാൾ കേൾക്കണം. ഇത് ചെന്നിട്ട് ഉമ്മാക്കും കൊടുത്തു പാരിതോഷികം, പിന്നെ ഇയാൾക്ക് ഈ ഭാര്യക്കും കൊടുത്തു. അങ്ങനെ ഇയാള് കേട്ട മനഃശാസ്ത്രം അവിടെ പ്രയോഗിക്കാൻ തുടങ്ങി. ഇവർക്ക് നല്ല ഉപദേശം കൊടുത്ത് രണ്ടാക്കും. അത് കേട്ടപ്പോ അവര് വളരെ ഇതായിപ്പോയി. എന്നിട്ട് പിറ്റേന്ന് ഇയാൾ കൊണ്ട് പോരുകയാണല്ലേ, ശനിയാഴ്ച രാവിലെ മദ്രസയിലേക്ക് പോരും. ഉമ്മ ചോദിച്ചു, അല്ല പോലെ ഈ സ്വഭാവം നന്നാക്കാനുള്ള വല്ല മരുന്നും കഴിച്ചോ? ഒരു ക്ലാസ് അവസാനിക്കുമ്പോൾ 40 ദിവസത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ പങ്കെടുത്ത ട്രെയിനിങ് ക്ലാസ്, അതിൽ ഇയാൾ എഴുതിയത് ഈ സംഭവം. ഞാൻ ഒരുപാട് ചോദ്യമൊക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പല മാലിന്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ട്രെയിനിങ് ക്ലാസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 50 ആള് പങ്കെടുക്കുന്നതാണെങ്കിൽ 500 ചാർട്ട് ഉണ്ടാവും. അത് ഈ ചുമരിൽ നമ്മളിങ്ങനെ പതിക്കുകയാണ്. ആണിയടിച്ചോ അതിനൊക്കെയുള്ള മെത്തേഡ് അവരടുത്തുണ്ടാവും. അപ്പൊ മദ്രസ ഹാള് നിറച്ച് ചാർട്ടുകൾ ഉണ്ടാവും. കാർഡുകൾ ഇങ്ങനെ മേശയും ഡെസ്കും ഒക്കെ നിരത്തിയിട്ടിട്ട് അതിന്റെ മുകളിൽ വലിയ ഇതൊക്കെ മനുഷ്യന്റെ കൈയോണ്ട്. ഇന്നത്തെ ഇതൊരു സൗകര്യം അല്ലല്ലോ അന്ന്. അന്നൊരു ചുവപ്പിൽ അക്ഷരം എഴുതണമെങ്കിൽ മഷി പേനോണ്ട്, പേനന്റെ തുമ്പില് നിപ്പില് നൂല് ചുറ്റിയിട്ട് അതും മുക്കിയിട്ടൊക്കെയാണ് ഇവര്. എന്നിട്ട് എത്ര ഭംഗിയുള്ള ചാർട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ഞങ്ങള് ആ റേഞ്ചിലുള്ള എല്ലാ കുട്ടികളെയും കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പുരുഷന്മാര് വരും, രാത്രി സ്ത്രീകൾ വരും. ആ സ്ത്രീകൾ വരുമ്പോ ഈ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകിയിട്ട് അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കുക. അപ്പൊ ആ റേഞ്ചിൽ സമൂലമായ ഒരു മാറ്റം ലാസ്റ്റിൽ സമ്മേളനത്തിൽ നമ്മൾ പറയും ട്രെയിനിങ് ക്ലാസ് ആണ്, അവർക്ക് ഒരുപാട് പൈസ തരുന്നുണ്ട്, അപ്പൊ ശമ്പളം വരുത്തി കൊടുക്കണം, അവരെ ആദരിക്കണം, പഴയ ആളല്ല ഇപ്പൊ മനഃശാസ്ത്രം പറഞ്ഞ എന്നൊക്കെ പറയും. അത് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ വലിയൊരു മാറ്റം അതുകൊണ്ട് ഈ ശരിക്കും ഈ റിട്ടയർമെന്റിന് ശേഷമാണോ ട്രെയിനിങ് രംഗത്തേക്ക്? അല്ലെങ്കിൽ സർവീസ് കാലത്ത് തന്നെ 1972 ആദ്യത്തെ ക്ലാസ് പടിഞ്ഞാറത്തറ റേഞ്ചിലാണ്. ട്രെയിൻ ക്ലാസ് നടത്താൻ വളരെ കുറഞ്ഞ ആളെയാണെന്നുള്ളൂ. അപ്പം പിന്നെ ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ പോകും അല്ലേ? പിന്നെ വെക്കേഷൻ വരുന്ന സമയത്തൊക്കെ 2 മാസം ഒഴിവുണ്ടല്ലോ. അതെ, ആ സമയത്ത് അങ്ങനെയാണ് പോയത്. അന്ന് കുഞ്ഞായി മാഷ്, ഇബ്നു ഹാജ മാഷ്, പിന്നെ അങ്ങനെ കുറഞ്ഞ ആളുകൾ. ഹാജ എന്ന് പറയുന്ന മുക്കത്തുള്ള. അപ്പൊ ഞാനൊരിക്കൽ പിന്നെ ഓഫീസിൽ ചെന്നതാ. അന്ന് കോഴിക്കോട്ടാണ് ഓഫീസ്, ഹലോ ബസാറില്. ഞാൻ അവിടെ ചെന്നപ്പോ ഈ റേഞ്ച് സെക്രട്ടറി അവിടെ എത്തിയിട്ടുണ്ട്. ഏത് റേഞ്ച്? പടിഞ്ഞാറത്തറ മുഹമ്മദ് അലി മാഷ്. അപ്പൊ അദ്ദേഹം ഇത് കൊടുത്തിട്ട് ആളെ കിട്ടുന്നില്ല, ട്രെയിനിങ് എടുക്കാനാണ് ആളെ കിട്ടണ്ടേ. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അന്നത്തെ മാനേജർ മൂസ മുസ്ലിയാണ്, വലിയ പ്രതിഭയായിരുന്നു മൂസ മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കൊടുവള്ളിയായിട്ട് കൊണ്ടുപോയിക്കോളി, കൊടുവള്ളിക്ക് ക്ലാസ് എടുക്കാൻ കഴിയും. അപ്പൊ അന്ന് കൊടുവള്ളി റേഞ്ചില് കുഞ്ഞായി മാഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ കുഞ്ഞായി മാഷ് എടുത്ത് ഒരു 2 മണിക്കൂർ പോയി ഇരുന്നാൽ മതി, എല്ലാവരും പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി, അദ്ദേഹത്തിന് വലിയ സന്തോഷം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കോച്ചിങ്ങോട് കൂടിയാണ് നമ്മൾ പടിഞ്ഞാറത്തറ. അപ്പൊ നമ്മൾ പടിഞ്ഞാറത്തറ ക്ലാസ് എടുക്കുമ്പോൾ സമസ്ത ഓഫീസിൽ നിന്നൊക്കെ നിരീക്ഷിക്കും ഓരോ ചലനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗം നടത്തിയ ഒരു പരിപാടിയിൽ പിന്നെ കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് അതിന്റെ ഒരു ഉദ്ഘാടകനായിട്ട് സംബന്ധിച്ചതായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു. അതിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബി വിഭാഗം ഇപ്പോഴും പിന്നെ താങ്കളെ തന്നെ ഉദ്ഘാടകനായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കിങ് സൽമാൻ ഗ്ലോബൽ അക്കാഡമി ഫോർ അറബിക് ലാംഗ്വേജ്. അതാണ് പ്രസ്ഥാനത്തിന്റെ പേര്. അത് ഇന്ത്യ പോലുള്ള അനറബി നാടുകളിൽ അറബി ഭാഷ പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു പരിപാടിയാണ്.
അത് യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഒരു ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തില് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമാണ് നടക്കുന്നത്. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവര് എന്നെയാണ് കണ്ടെത്തിയത്. അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കാന് ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ പുസ്തകം അതിനൊരു നിമിത്താണെന്ന് പറയാം. പറങ്കിപ്പടിയും കുഞ്ഞാലി മരക്കാരും. ആ പുസ്തകത്തിൽ ഞാൻ ഖാദി മുഹമ്മദ് അവരുടെ ഫതഹുൽ മുബീൻ എന്ന കാവ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് വരികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പടയും നായർ പടയും സംയുക്തമായിട്ടാണ് ഒരു ചാലിയത്തേക്ക് മാർച്ച് ചെയ്ത് അവിടെ യുദ്ധം നടത്തിയത്. മാസങ്ങളോളം അവര് കോട്ട ഉപരോധിച്ചു. കോട്ടയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്താത്തൊരവസ്ഥ ഉണ്ടാക്കിയത്. കടലിലൂടെ വന്ന പോർച്ചുഗീസ് കപ്പലുകളൊക്കെ കുഞ്ഞാലി മരക്കാരുടെ നാവികപ്പട തടഞ്ഞു. അവസാനം ഇവർക്ക് കീഴടങ്ങേണ്ടി വന്നു. കീഴടങ്ങിയതിന് ശേഷം ആ കോട്ട പൊളിച്ചു. മുസ്ലിങ്ങളുടെ ആത്മവീര്യം നശിപ്പിക്കാൻ വേണ്ടി അവര് കണ്ടെത്തിയ ഒരു പരിപാടി, പണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളികളൊന്ന് ചാലിയത്ത, പിന്നെ മാലിക്കുൽ ദീനാർ മസ്ജിദ്. അത് പൊളിച്ചു. അതിന്റെ കല്ലുപയോഗിച്ചു. നൂറ്റാണ്ടുകളായിട്ട് അവിടെ കബറടക്കപ്പെട്ട കബറാളികളുടെ കബറുകൾ പൊളിച്ചു. അതിന്റെ കല്ലുകൊണ്ടാണ് അവിടെ പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയത്. ആ കോട്ട പൊളിക്കാൻ വേണ്ടിയാണ് യുദ്ധം നടന്നത്. ആ യുദ്ധത്തിൽ വിജയിച്ചു. ആ യുദ്ധം വിജയിച്ചതിന് ശേഷം കോട്ട പൊളിച്ചു. ആ സ്ഥലത്ത് പഴയ പള്ളി നിർമ്മിച്ചു. അടുത്ത കാലത്ത് ആ പള്ളി കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അവിടെ കയറി കണ്ടൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പോ ആ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പുതിയ അറബി വിദ്യാർത്ഥികളൊക്കെ അറിയേണ്ടതാണ് എന്ന് തോന്നി. ആ പുസ്തകം വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. എന്നിട്ട് ആ പുസ്തകം അവിടെ സമർപ്പിച്ചു. അത് വലിയ കരഘോഷത്തോടു കൂടി അവർ സ്വീകരിച്ചു. അങ്ങനെ അതിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അവിടെ ഡിക്ലെയർ ചെയ്ത് ഒരു ചരിത്ര സംഭവമായി പോയി. അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ടുള്ള പരിപാടിയായിട്ട് അവിടെ ഇന്റഗ്രേറ്റഡ് PG എന്ന് പറഞ്ഞൊരു പുതിയ കോഴ്സ് തുടങ്ങി. അവിടെ ഡിഗ്രി ഇല്ലല്ലോ, ഒക്കെ PG ആണ്. അത് ഡിഗ്രി 5 കൊല്ലത്തെ കോഴ്സ്, ഡിഗ്രിയും PGയും ഉൾക്കൊള്ളുന്നത്. അത് അറബിയിൽ മാത്രമേ ഇപ്പൊ അവിടെ ആയിട്ടുള്ളൂ. അതായത് അവർക്ക് സാങ്ഷൻ കിട്ടി. അപ്പൊ അതിന്റെ ഉദ്ഘാടനവും ഞാൻ തന്നെ നിർവഹിച്ചു. അതുപോലെ തന്നെ ഈ പുതുതലമുറക്ക് സമസ്തയുടെ ചരിത്രം എഴുതിയ ആള്, സമസ്തയുടെ വേദികളിലും പേജിലൊക്കെ സമസ്തയ്ക്ക് വേണ്ടി സമയം ചെലവിച്ച ആള് എന്ന നിലയ്ക്ക് പുതുതലമുറക്ക് സമസ്തയുമായിട്ട് സമസ്തയുടെ അനുയായിയായി ജീവിക്കുന്നതിനെ സംബന്ധിച്ച് കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബിന് എന്താണ് പുതുതലമുറയോട് പറയാനുള്ളത്? സമസ്തയാണ് ഇളം തലമുറക്ക് ദീന വിജ്ഞാനം നൽകുന്നത്. സമസ്തയുടെ ആയിരക്കണക്കിന് മദ്രസകൾ, അതിൽ നിന്നാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ പഠിക്കുന്നത്. വിശ്വാസപരവും കർമ്മപരവും എല്ലാം ആയ കാര്യങ്ങൾ, ചരിത്രപരവും ഒക്കെ ആയ കാര്യങ്ങൾ മദ്രസകളിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അത് വളരെ ഫലപ്രദമാണ്. ട്യൂഷൻ എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ പഠിക്കാം, പുസ്തകം വായിച്ച് പഠിക്കാം എന്നൊക്കെ പറയുന്നത് കുറെയൊക്കെ ശരിയാണെങ്കിലും ശരിയായ ഒരു ദീനീ ബോധവും അതിന്റെ അദബും കിട്ടണമെങ്കിൽ മദ്രസ ക്ലാസ്സിൽ തന്നെ പോയിരുന്ന് പഠിക്കണം. അതാണ് സമസ്ത ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഇളം തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സമസ്തയുടെ നേതാക്കന്മാരൊക്കെ സഞ്ചരിച്ച പാത, അതുപോലെ തന്നെ അത് അവര് ജനങ്ങളെ കൊണ്ടുപോയ ഒരു പാത, അത് സംബന്ധമായിട്ടൊക്കെ ഒന്ന്. അവർക്കൊക്കെ ഷെയ്ഖന്മാരുണ്ടായിരുന്നു, മുരീദന്മാരുണ്ടായിരുന്നു. ശംസുൽ ഉലമ വരെ അങ്ങനെയാണ്. ശംസുൽ ഉലമക്ക് ഒരുപാട് മുരീദന്മാരുണ്ട്. ആ മുരീദന്മാര് വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മരീദ് ഒരു ഫൈസിയാണ്. അദ്ദേഹത്തിന് കണ്ണു രോഗം വന്നു, കാണാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പൊ ശംസുൽ ഉലമ കാണുന്ന ഷെയ്ഖുമാണ്. അങ്ങനെ ആള് പിന്നെ പാലക്കാട് ജില്ലക്കാരനെ മറ്റുമാണ്. വന്ന് ഇങ്ങനെ ഷൊർണൂർ എത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം തോന്നിയിട്ട് പള്ളി കയറി കിടന്നു, ഉറങ്ങിപ്പോയി. ആ സമയത്ത് അയാൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നത്തിലേക്ക് ഇങ്ങനെ തോന്നുന്നു. അവിടെ കണ്ണിനൊരു ഓപ്പറേഷൻ നടന്നു.
ശിവനെ കാണുന്നുണ്ട്, കൂടെ വേറെ ആളുണ്ട്, അതെ. ഡോക്ടറും നഴ്സും ഒക്കെ. ആഹാ, ആഹാ, അപ്പൊ ഈ സംഭവം നടന്ന ഇയാൾ ഞെട്ടി ഉണർന്നു. ആഹാ, ആഹാ, ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴേ ഇയാളുടെ തലക്കെട്ടൊക്കെ അവിടെ ഉണ്ടല്ലോ, പിന്നെ തൂവാലുണ്ടായിരുന്നു, അതിലൊക്കെ രക്തമൊക്കെ കാണുന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോ ഇയാൾക്കെല്ലാം കാണും. അയാളുടെ അനുഭവമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങള് കുറെ അന്വേഷിച്ച് നടന്നിരുന്നല്ല, നന്ദിയിലെ ഉസ്താദന്മാർ പറഞ്ഞ അനുസരിച്ച്, എന്നിട്ട് നിങ്ങളെ കണ്ടുപിട്ടിയില്ല. അവര് നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞല്ല എന്നെ കാണണം, എന്നെ വിളിക്കണം എന്നൊക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സമയമായത്. ഞാനൊരു പരിപാടിക്ക് പോയതാ ആ ഭാഗത്ത്. ആ പരിപാടിയിൽ ഇയാൾ എത്തിയിട്ടുണ്ട്. അന്നാൾ നല്ല ആരോഗ്യവാനാ. പ്രസംഗം കഴിഞ്ഞ ശേഷം അയാൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ഇന്ന ആള്, ഞാൻ നിങ്ങൾ ഇത്ര കാലം അന്വേഷിച്ചെടുക്കുന്നത്. ഇപ്പൊ പുസ്തകം പുറത്തിറങ്ങിയില്ലേ, സമസ്ത മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുള്ള അതിലേക്ക് ചേർക്കാനല്ലേ. അപ്പാണ് ഇങ്ങനെ പറഞ്ഞത്. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇപ്പോഴും കണ്ടുമുട്ടാനാണ് നമുക്ക്. അങ്ങനെ ഇതുപോലെ അനേക അത്ഭുതങ്ങള് അവസ്ഥയുടെ നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ബുക്ക് ഇറങ്ങിയ ശേഷം പലരും പല വിവരങ്ങളും പിന്നീട് പറഞ്ഞു വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും കൊടുവള്ളി അബ്ദുൽ ഖാദർ സാഹിബ് വിലപ്പെട്ട സമയം ഈ നൂരിയ ചാനലുമായിട്ട് ചെലവഴിക്കാൻ തയ്യാറായതിൽ കടപ്പാട് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്